ഇവിടെ വേറെ ആർക്കും ബിസിനസ് ചെയ്യണ്ടേ? എല്ലാം അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയാ? ഞങ്ങളുടെ അപ്പന്മാർ ഒരുമിച്ച് നടത്തിയ ബിസിനസ്സാ. അവനുള്ളതും എനിക്കുള്ളതും വെവ്വേറെ എഴുത്താന്നല്ലേ. പിന്നെ ഗുണ്ടായിസം കാണിച്ച് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ഒലത്താന്ന് കരുതിയാ അത് നടക്കില്ല. ഡിസ്റ്റിലറിയാണ് എനിക്ക് ആകെ ലാഭമുള്ള ഒരു ബിസിനസ്. അതവൻ എഴുതി കൊടുക്കുന്നത് പോയിട്ട് ഒരു ഷെയർ പോലും ഞാൻ അവന് കൊടുക്കില്ല. മിസ്റ്റർ മാർട്ടിൻ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല. ഐ ആം ഓൺലി ഈസ് ലോയർ. എന്നോട് മാറിന പേപ്പർ കാണിക്കാൻ പറഞ്ഞു, സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിലായിരിക്കും. എനിക്ക് ആരോടും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ഗോ നൗ. ഓക്കെ മാർട്ടിൻ, നിങ്ങൾ നേരിട്ട് എഡ്ഗറുമായി സംസാരിക്കും, എന്നിട്ട് ഞാൻ വരാം. ഓ, അപ്പൊ വക്കീലിന് ഉറപ്പാണ് ഞാൻ ഒപ്പിടുന്നത്? അത് നടക്കില്ല. ഓക്കെ, സീ യു മാർട്ടിൻ. എഡ്ഗർ, അവൻ സൈൻ ചെയ്യില്ല എന്നാ പറയുന്നത്. ഹി ഈസ് വെരി അഡ്വൻസ്. വണ്ടി എടുക്കണം. ആ പോണല്ലേ പുതിയ ഷെഫാണല്ലേ? ഗെറ്റ് മീ എ കോഫി. നീ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയോ മാർട്ടിൻ? ഞാൻ സൈൻ ചെയ്യില്ല എഡ്ഗർ. മാർട്ടിൻ, ലെറ്റ് മീ ടോക്ക് ടു യു. ഞാനത് പറയട്ടെ. നീ ആ എഗ്രിമെന്റ് വായിച്ചു? നീ വായിക്ക്, നിനക്കും ഗുണമുള്ള കാര്യം. ഐ വിൽ ഗിവ് യു 20% പ്രോഫിറ്റ്. എനിക്ക് 80% മതി. കോമഡിയാണ്. ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ എന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. തിരക്കാണോ? നീ ആദ്യം കാപ്പി കുടിക്ക്.
ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം. അതുപയോഗിക്കുന്ന രീതിയിലാണ്. ചങ്കൂറ്റുള്ള ഒരുത്തിനുള്ളിലോടാ മാർട്ടി ഇതിന്റെ കൂടെ. ഇനി എഡ്ഗറിനുള്ളത് എഡ്ഗറിന്, മാർട്ടിക്കുള്ളത് എഡ്ഗറിന്. വക്കീൽ വരും.